1982 നോർത്ത് കൊറിയയിൽ ഒരാൺകുട്ടി ജനിക്കുന്നു. അവന്റെ പേരാണ് ഷിൻഡോങ് ഹ്യൂക്ക്. ഷിൻഡോങ് ജനിച്ചത് ഹോസ്പിറ്റലിലോ വീട്ടിലോ അല്ല, മറിച്ച് നോർത്ത് കൊറിയയിലെ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലാണ്. അതായിരുന്നു നോർത്ത് കൊറിയൻ പ്രിസൺ ക്യാമ്പ്. നോർത്ത് കൊറിയൻ പ്രിസൺ ക്യാമ്പിനെ കുറിച്ച് നമ്മൾ മുൻപ് ചെയ്ത 2 വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നോർത്ത് കൊറിയയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരെ അവിടുത്തെ സർക്കാർ പ്രിസൺ ക്യാമ്പിൽ അടയ്ക്കും. കുറ്റം ചെയ്ത വ്യക്തിയുടെ കുടുംബം ഉൾപ്പെടെയായിരിക്കും പ്രിസൺ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെടുന്നത്. പിന്നീട് അവരുടെ പല തലമുറകൾ അവിടെ തന്നെ ജീവിക്കേണ്ടതായി വരും. അങ്ങനെയാണ് 1982 നോർത്ത് കൊറിയയിലെ പ്രിസൺ ക്യാമ്പുകളിലൊന്നിൽ ഷിൻഡോങ് ഹ്യൂക്ക് എന്നൊരു കുട്ടി ജനിച്ചത്. എന്നാൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രിസൺ ക്യാമ്പിൽ തന്നെ വളർന്ന ഷിൻഡോങ് ഒരു ദിവസം അവിടെ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. പിന്നീട് ഷിൻഡോങ്ങിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. ഷിൻഡോങ് ജനിക്കുന്നതിന് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1953 കൊറിയൻ വാർ അവസാനിച്ചത്. യുദ്ധം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം 1959 നോർത്ത് കൊറിയയിൽ പ്രിസൺ ക്യാമ്പുകൾ ആരംഭിച്ചു. നോർത്ത് കൊറിയൻ നിയമങ്ങൾ പിന്തുടരാത്തവരെയും ഭരണാധികാരിക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും ശിക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പ്രിസൺ ക്യാമ്പുകൾ തുടങ്ങിയത്. അങ്ങനെ ഷിൻഡോങ് ജനിക്കുന്നതിന് കുറച്ചുകാലം മുൻപ് അദ്ദേഹത്തിന്റെ ഫാമിലിയിലുണ്ടായിരുന്ന ഒരാൾ നോർത്ത് കൊറിയയിൽ നിന്നും വളരെ രഹസ്യമായി പട്ടാളക്കാരുടെ കണ്ണുവെട്ടിച്ച് സൗത്ത് കൊറിയയിലേക്ക് കടന്നു. നോർത്ത് കൊറിയൻ ഗവൺമെന്റിനെതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നത് അയാൾ മാത്രമായിരിക്കില്ല, അയാളുടെ പാരന്റ്സും തെറ്റ് ചെയ്ത ആളുടെ ഭാര്യയെയും മക്കളെയും അവരുടെ മക്കളെയും വരെ പ്രിസൺ ക്യാമ്പിൽ കൊണ്ടിട്ട് മരിക്കുന്നതുവരെ പണിയെടുപ്പിക്കും. ഇത് ഒരു നോർത്ത് കൊറിയൻ ശിക്ഷാരീതിയാണ്. അതിനെ ലൈഫ് ടൈം ഹാർഡ് ലേബർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഷിൻഡോങ്ങിന്റെ മുഴുവൻ കുടുംബത്തെയും പ്രിസൺ ക്യാമ്പിലെ ക്യാമ്പ് നമ്പർ 14 കൊണ്ടുപോയത്. നോർത്ത് കൊറിയയിലുള്ള മൊത്തം പ്രിസൺ ക്യാമ്പുകളിൽ ഹൈ പ്രൊട്ടക്റ്റീവ് സോണാണ് ക്യാമ്പ് 14. ആ ക്യാമ്പിന് ചുറ്റും വെറും മഞ്ഞുമലകൾ മാത്രമാണുള്ളത്. ക്യാമ്പ് 14 ചുറ്റുമുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങുകളിലൂടെ 24 മണിക്കൂറും ഹൈ വോൾട്ടേജ് കറണ്ട് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ക്യാമ്പിനകത്ത് വെച്ച് 1982 ഷിൻഡോങ് ജനിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ പ്രിസൺ ക്യാമ്പിനകത്ത് മാത്രം താമസിക്കുന്ന ഷിൻഡോങ്ങിന് പുറത്തുള്ള ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഷിൻഡോങ് വളർന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന പ്രായമായപ്പോഴേക്കും അവന്റെ അമ്മ തന്നെയാണ് ക്യാമ്പ് 14 നിയമങ്ങളും റൂളുകളുമെല്ലാം അവന് പഠിപ്പിച്ചു കൊടുത്തത്. ക്യാമ്പ് 14 തടവുകാരുടെ ഒരേ ഒരു ലക്ഷ്യം ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനായി കുറച്ച് റൂൾസ് ഫോളോ ചെയ്തേ മതിയാവൂ. അതിൽ പ്രധാനപ്പെട്ട റൂളുകൾ ഇങ്ങനെയാണ്: പ്രിസൺ ക്യാമ്പിൽ നിന്നും ആരും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ സുരക്ഷാ ജീവനക്കാർ വെടിവെച്ചു കൊല്ലും. ക്യാമ്പിനകത്തുള്ള സുരക്ഷാ ജീവനക്കാരുടെ അനുവാദം വാങ്ങാതെ 2ൽ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ പാടില്ല. ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ സഹായിച്ചാലോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടും ആ കാര്യം സുരക്ഷാ ജീവനക്കാരോട് പറയാതിരുന്നാലോ മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ക്യാമ്പിനകത്തെ ഓരോ ആളുകൾക്കും ആഴ്ചയിൽ ചെയ്തു തീർക്കാനുള്ള ധാരാളം വർക്കുകൾ ഉണ്ടാവും. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ക്യാമ്പിനകത്ത് ഏതെങ്കിലും തരത്തിൽ മോഷണം നടന്നാൽ അത് ഭക്ഷണമായാൽ പോലും വലിയ തെറ്റാണ്. ഇതിനെല്ലാം പുറമെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞാൽ അയാൾ അത് സമ്മതിച്ചേ മതിയാവൂ. കുറ്റം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ മരണമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെറിയ തെറ്റ് ചെയ്താലും മരണമായിരിക്കും പ്രിസൺ ക്യാമ്പുകളിലെ ശിക്ഷ. അതിൽ തന്നെ തടവുകാർ ഏറ്റവും കൂടുതലായി പീഡിപ്പിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും ഈ ക്യാമ്പ് 14 അങ്ങനെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ പ്രിസൺ ക്യാമ്പുകളിലെ തടവുകാർക്കുണ്ടാവൂ. അതിന് ഇത്തരത്തിലുള്ള നിരവധി റൂളുകൾ അവർ ഫോളോ ചെയ്യണം. ചെറുപ്പം തൊട്ട് തന്നെ അത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഷിൻഡോങ്ങിന്റെ അമ്മയും അവന് ഈ റൂളുകൾ പഠിപ്പിച്ചു കൊടുത്തത്. ഷിൻഡോങ്ങിന്റെ ജീവിതത്തിലും ഒരേ ഒരു ലക്ഷ്യം ക്യാമ്പിൽ ജീവനോടെ തുടരുക എന്നത് മാത്രമായിരുന്നു. കാരണം അവനും മറ്റൊന്നിനെക്കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു. അവന്റെ ലോകം പ്രിസൺ ക്യാമ്പ് മാത്രമാണ്. അവിടുത്തെ കഷ്ടപ്പാടുകൾ കണ്ട് അവൻ ജീവിച്ചു തുടങ്ങി. കഠിനമായ ജോലികൾ ചെയ്യേണ്ടി വന്നാൽ പോലും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ എല്ലാവർക്കും കിട്ടുകയുള്ളൂ. പ്രിസൺ ക്യാമ്പിലെ റൂളുകൾ ഫോളോ ചെയ്യാത്തവർക്ക് കിട്ടുന്ന ശിക്ഷകൾ കണ്ടും സുരക്ഷാ ജീവനക്കാർ തടവുകാരെ ഒരു ദയയുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നതും കണ്ടുതന്നെയാണ് ഷിൻഡോങ് വളർന്നത്. വർഷങ്ങൾ കടന്നുപോയി. 1996. അപ്പോൾ ഷിൻഡോങ്ങിന് 14 വയസ്സായിരുന്നു.
തുടർച്ചയായുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഷിൻഡോങ്ങിന്റെ അമ്മയും സഹോദരനും ചേർന്ന് ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. ഷിൻഡോങ്ങിനെയും ആ പ്ലാനിൽ ഉൾപ്പെടുത്തി. പക്ഷേ ഇതറിഞ്ഞ ഷിൻഡോങ് അവരോടൊപ്പം ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർക്ക് രക്ഷപ്പെടാനുള്ള പ്ലാനുണ്ട് എന്ന് ക്യാമ്പിലെ സുരക്ഷാ ജീവനക്കാരോട് പറയുകയും ചെയ്തു. ജനിച്ചപ്പോൾ മുതൽ കേട്ടു വളർന്ന പ്രിസൺ ക്യാമ്പിലെ നിയമങ്ങൾ അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ടാണ് ഈ വിവരം സുരക്ഷാ ജീവനക്കാരെ അറിയിക്കാൻ ഷിൻഡോങ് തീരുമാനിച്ചത്. ഇതോടെ ഷിൻഡോങ്ങിന്റെ അമ്മയെയും സഹോദരനെയും സുരക്ഷാ ജീവനക്കാർ പിടികൂടി. രണ്ടുപേരെയും എല്ലാ തടവുകാരുടെയും മുന്നിൽ വെച്ച് തൂക്കിക്കൊല്ലുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ടും ഷിൻഡോങ്ങിന് ഒരു കുറ്റബോധം പോലും തോന്നിയിരുന്നില്ല. അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി എന്നത് മാത്രമായിരുന്നു ഷിൻഡോങ്ങിന് അപ്പോൾ തോന്നിയത്. സ്വന്തം കുടുംബാംഗങ്ങളാണ് എന്ന് പോലും നോക്കാതെ ക്യാമ്പിലെ റൂളുകൾ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ ക്യാമ്പ് ലീഡേഴ്സ് ഷിൻഡോങ്ങിനെ ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുത്ത് ക്യാമ്പ് 14 നിന്നും ക്യാമ്പ് 18 മാറ്റാൻ തീരുമാനിച്ചു. ക്യാമ്പ് 18 ക്യാമ്പ് 14 സെക്യൂരിറ്റിയും ശിക്ഷാരീതികളും കുറവായിരിക്കും. ക്യാമ്പ് 18 വെച്ച് പുതിയ തടവുകാരെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഷിൻഡോങ്ങിന് പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയെല്ലാം ലഭിച്ചത്. ഇതോടെ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ചെല്ലുന്തോറും ആ ആഗ്രഹം കൂടി വന്നു. അങ്ങനെ ക്യാമ്പ് 18 2 വർഷത്തിനുള്ളിൽ ഷിൻഡോങ് 2 തവണ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആദ്യത്തെ പ്ലാൻ പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ പ്ലാൻ വിജയിച്ചു. ക്യാമ്പിൽ നിന്നും പുറത്തു കടന്ന ഷിൻഡോങ് നോർത്ത് കൊറിയയിൽ നിന്നും രക്ഷപ്പെട്ട് ചൈന വരെ എത്തിയെങ്കിലും ചൈനീസ് പോലീസിന്റെ പരിശോധനയിൽ ഷിൻഡോങ്ങിന് യാതൊരു ID പ്രൂഫുമില്ലെന്ന് മനസ്സിലായി. നോർത്ത് കൊറിയൻ പൗരന്മാർ ചൈനയിൽ വെച്ച് പിടിക്കപ്പെടുകയാണെങ്കിൽ ചൈനീസ് ഗവൺമെന്റ് അവരെ തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് തന്നെ കയറ്റിവിടും. അങ്ങനെ ഷിൻഡോങ് വീണ്ടും തിരിച്ച് പ്രിസൺ ക്യാമ്പിലെത്തി. ഇത്തവണ പിടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഷിൻഡോങ്ങിനെ നേരെ ക്യാമ്പ് 14 തിരിച്ചെത്തിച്ചു. ക്യാമ്പ് 14 എത്തിയ ഉടനെ കടുത്ത ശിക്ഷാരീതികളാണ് ഷിൻഡോങ്ങിന് നേരിടേണ്ടി വന്നത്. കൈവിരലുകളിലെ എല്ലാ നഖങ്ങളും സുരക്ഷാ ജീവനക്കാർ പിഴുതെടുത്തു. മിക്ക ദിവസങ്ങളിലും കടുത്ത ശിക്ഷകൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2004 ഷിൻഡോങ്ങിന് 22 വയസ്സുള്ളപ്പോൾ ക്യാമ്പ് 14 പാർക്ക് യങ്ചോ എന്നു പേരുള്ള ഒരു പ്രായമായ തടവുപുള്ളിയെ കൊണ്ടുവന്നു. നോർത്ത് കൊറിയയിൽ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു യങ്ചോ. നോർത്ത് കൊറിയൻ ഗവൺമെന്റിനെതിരെ യങ്ചോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയം തോന്നിയതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രിസൺ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാമ്പ് 14 ഗാർഡ്സ് ലീഡർ ഷിൻഡോങ്ങിനോട് ക്യാമ്പിലെ ഫാക്ടറിക്കകത്തുള്ള എല്ലാ ജോലികളും യങ്ചോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, അയാളെ മുഴുവൻ സമയവും നിരീക്ഷിക്കുകയും വേണം. യങ്ചോയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ കാര്യം സുരക്ഷാ ജീവനക്കാരോട് രഹസ്യമായി പറയണം. കൂടാതെ യങ്ചോ ഷിൻഡോങ്ങിനോട് എന്തെങ്കിലും രഹസ്യങ്ങൾ പറയുകയാണെങ്കിൽ അതും സുരക്ഷാ ജീവനക്കാരെ അറിയിക്കണം. അങ്ങനെ സുരക്ഷാ ജീവനക്കാർ ഷിൻഡോങ്ങിനെ ഒരു സ്പൈ വർക്കിനായി നിയോഗിക്കുന്നു. അതിനുള്ള പ്രതിഫലമായി ഷിൻഡോങ്ങിന് ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതിന്റെ അളവ് വർദ്ധിപ്പിച്ചു കൊടുത്തു. പ്രിസൺ ക്യാമ്പിൽ ആവശ്യത്തിന് നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കുറച്ചധികം ഭക്ഷണം കിട്ടുവാൻ വേണ്ടി എന്തു ചെയ്യാനും ഷിൻഡോങ് ഒരുക്കവുമായിരുന്നു. കാരണം വിശന്നു വലഞ്ഞ അവൻ ചിലപ്പോഴെല്ലാം എലിയെ പിടിച്ച് പച്ചയ്ക്ക് തിന്നിട്ടുണ്ട്. അതുപോലെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ രാത്രിയിൽ പ്രിസൺ ക്യാമ്പിലെ പച്ചക്കറിത്തോട്ടത്തിൽ പോയി പച്ചക്കറികൾ മോഷ്ടിച്ചു കഴിച്ചിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെ പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിഞ്ഞിട്ടും കൂടിയാണ് അവൻ ഇതെല്ലാം ചെയ്യാൻ തയ്യാറായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഷിൻഡോങ് യങ്ചോയ്ക്ക് ഫാക്ടറിക്കകത്തെ ജോലികളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതിനോടൊപ്പം സുരക്ഷാ ജീവനക്കാർ പറഞ്ഞതുപോലെ യങ്ചോയോട് സൗഹൃദം നടിച്ച് അയാളിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും അറിയാതെ യങ്ചോ ഷിൻഡോങ്ങിനോട് ഒരു നല്ല സുഹൃത്തിനെ പോലെ പെരുമാറാൻ തുടങ്ങുകയും പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തു. അതിൽ പ്രധാനമായും പ്രിസൺ ക്യാമ്പിന് പുറത്തുള്ള മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നോർത്ത് കൊറിയ എന്ന രാജ്യത്തിന്റെ കറൻസി പോലും ഷിൻഡോങ് നേരിട്ട് കണ്ടിട്ടില്ല. അതിന്റെ ഉപയോഗം എന്താണെന്നും അവന് അറിയില്ല. ഇതെല്ലാം അവന് മനസ്സിലാക്കി കൊടുത്തത് യങ്ചോയാണ്. ലോകത്ത് നോർത്ത് കൊറിയ എന്ന രാജ്യം മാത്രമല്ല ഉള്ളത് എന്നും വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒത്തിരി രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് തുടങ്ങി ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും യങ്ചോ ഷിൻഡോങ്ങിന് പറഞ്ഞു കൊടുത്തു. ഗ്രാവിറ്റി എന്താണെന്നും കടൽ എങ്ങനെയിരിക്കുമെന്നും പൊളിറ്റിക്സ് എന്താണെന്നും തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ യങ്ചോ ഷിൻഡോങ്ങിന് പഠിപ്പിച്ചു കൊടുത്തു. ഈ കാര്യങ്ങളൊന്നും കേൾക്കാൻ അവൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഷിൻഡോങ്ങിന് അതിയായ താല്പര്യമുണ്ടായിരുന്നു. അത് പ്രിസൺ ക്യാമ്പിന് പുറത്തു കിട്ടാറുള്ള ഭക്ഷണങ്ങളെ പറ്റിയായിരുന്നു. ഭക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ മാത്രം ഷിൻഡോങ് അത് ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങി.
പലതരത്തിലുള്ള വിഭവങ്ങളും പല രീതിയിൽ പാചകം ചെയ്യുന്ന ഇറച്ചികളും മധുര പലഹാരങ്ങളെക്കുറിച്ചുമെല്ലാം യങ് ചോ പറയുമ്പോൾ അതെല്ലാം കഴിക്കാൻ വേണ്ടിയെങ്കിലും ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഷിൻഡോങ് തീരുമാനിച്ചു. ഒരു ഘട്ടത്തിൽ ഉറക്കത്തിൽ പോലും ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഷിൻഡോങ് കണ്ടിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ഗാർഡ്സ് ലീഡർ ഷിൻഡോങ്ങിനോട് യങ് ചോയെ പറ്റിയുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഷിൻഡോങ് ഒരിക്കൽ പോലും യങ് ചോയെക്കുറിച്ചുള്ള ഒരു രഹസ്യവും ഗാർഡ്സ് ലീഡറിനോട് വെളിപ്പെടുത്തിയില്ല. തനിക്കൊന്നും അറിയില്ല എന്ന് മാത്രം അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം അതിനോടകം അവർ ഇരുവരും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ഷിൻഡോങ്ങിന്റെ പെരുമാറ്റത്തിൽ ഗാർഡ്സ് ലീഡറിന് തുടക്കം മുതൽക്ക് തന്നെ സംശയങ്ങൾ തോന്നിയിരുന്നു. ഷിൻഡോങ് യങ് ചോയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് സുരക്ഷാ ജീവനക്കാർക്ക് തോന്നി തുടങ്ങി. ക്യാമ്പ് 18 നിന്നും 2 തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഷിൻഡോങ് സുരക്ഷാ ജീവനക്കാരുടെ നോട്ടപ്പുള്ളിയാണ്. ഇപ്പോൾ അവനെ ഏൽപ്പിച്ച ജോലി കൂടി അവൻ കൃത്യമായി ചെയ്തു തീർക്കുന്നില്ല. ഇതോടെ ഷിൻഡോങ് പ്രിസൺ ക്യാമ്പിലെ നിയമങ്ങൾ തെറ്റിക്കുകയാണെന്നും റൂളുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നും സുരക്ഷാ ജീവനക്കാർ കണ്ടെത്തുകയും അതിനുള്ള ശിക്ഷ ഷിൻഡോങ്ങിന് നൽകാൻ തീരുമാനമാവുകയും ചെയ്തു. ഷിൻഡോങ്ങിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. ഇതെല്ലാം നടക്കുന്നത് 2004 ഡിസംബറിലാണ്. ഒടുവിൽ 2005 ഫെബ്രുവരി മാസത്തിൽ ഷിൻഡോങ്ങിനെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമായി. ഇങ്ങനെയൊരു തീരുമാനമെടുത്ത കാര്യം സുരക്ഷാ ജീവനക്കാർ തമ്മിൽ സംസാരിക്കുന്നത് ഒരു തടവ് പുള്ളി കേൾക്കുകയും അത് ഷിൻഡോങ്ങിന്റെ ചെവിയിലെത്തുകയും ചെയ്തു. ഇനി തന്റെ മുൻപിൽ വെറും 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നും ആ 2 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നും ഷിൻഡോങ്ങിന് മനസ്സിലായി. ഒടുവിൽ ക്യാമ്പ് 14 നിന്നും രക്ഷപ്പെടാൻ തന്നെ അവൻ തീരുമാനിച്ചു. ആ ശ്രമം വിജയിക്കുകയാണെങ്കിൽ സ്വതന്ത്രനായി കുറെ കാലം കൂടി ജീവിക്കാം. അതല്ല പരാജയപ്പെടുകയാണെങ്കിൽ 2 മാസത്തിന് മുൻപ് തന്നെ മരിക്കേണ്ടി വരും. ഇതെല്ലാം മനസ്സിലുറപ്പിച്ച് ഷിൻഡോങ് ക്യാമ്പിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികൾ ആലോചിച്ചു. ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ക്യാമ്പിൽ നിന്നും പുറത്തു കടന്നാൽ തന്നെ നോർത്ത് കൊറിയൻ പട്ടാളത്തിന്റെ പിടിയിൽപ്പെടാതെ എങ്ങനെ ആ രാജ്യത്തുകൂടെ നടക്കാൻ കഴിയുമെന്ന് അവന് ഒരു പിടിയുമില്ല. പുറം ലോകവുമായി തീരെ പരിചയമില്ലാത്ത ഷിൻഡോങ്ങിന് കാര്യങ്ങൾ അത്ര എളുപ്പവുമല്ല. ക്യാമ്പ് 18 നിന്നും ആദ്യം രക്ഷപ്പെട്ടപ്പോൾ തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഷിൻഡോങ് ചൈനയിൽ എത്തിപ്പെട്ടത്. ഇനി ഒരിക്കൽ കൂടി അത് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പ് 14 ഒരാളെ കൂടി കൂടെ കൂട്ടാൻ ഷിൻഡോങ് തീരുമാനിച്ചു. ആ ക്യാമ്പിനകത്ത് ഷിൻഡോങ്ങിന് കുറച്ചെങ്കിലും വിശ്വാസമുണ്ടായിരുന്നത് യങ് ചോയെ മാത്രമായിരുന്നു. കാരണം കുറച്ചധികം ഭക്ഷണം കിട്ടുവാൻ വേണ്ടി മാത്രം തടവുകാർ മറ്റുള്ളവരെ ഒറ്റുകൊടുക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഷിൻഡോങ് യങ് ചോയോട് കാര്യം പറഞ്ഞു. തുടക്കത്തിൽ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണെന്നാണ് യങ് ചോ പറഞ്ഞത്. എന്നാൽ താൻ ജനിച്ചതും വളർന്നതുമെല്ലാം ക്യാമ്പ് 14 അകത്തായതുകൊണ്ട് തന്നെ ക്യാമ്പിലെ എല്ലാ സ്ഥലങ്ങളും വളരെ വ്യക്തമായി തനിക്ക് അറിയാമെന്നും ക്യാമ്പ് 18 നിന്നും ഒരു തവണ രക്ഷപ്പെട്ടതിന്റെ അനുഭവം തനിക്കുണ്ട് എന്നും പറഞ്ഞ് അവൻ യങ് ചോയെയും ഒപ്പം കൂട്ടി. ഇരുവരും ചേർന്ന് പുറത്തു കടക്കാനുള്ള പ്ലാനിംഗ് തുടങ്ങി. ക്യാമ്പിൽ നിന്നും പുറത്തു കടന്നാൽ എങ്ങനെയെങ്കിലും നോർത്ത് കൊറിയയുടെയും ചൈനയുടെയും അതിർത്തിയിലെത്തണം. അവിടെ യങ് ചോയുടെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അവിടെ നിന്നുകൊണ്ട് 2 പേർക്കും ഫേക്ക് പാസ്പോർട്ടുകൾ ഉണ്ടാക്കിയതിനു ശേഷം നേരെ സൗത്ത് കൊറിയയിലേക്ക് കടക്കാനായിരുന്നു പ്ലാൻ. സൗത്ത് കൊറിയയിലേക്ക് പലായനം ചെയ്തെത്തുന്ന നോർത്ത് കൊറിയൻ ജനങ്ങൾക്ക് സൗത്ത് കൊറിയൻ ഗവൺമെന്റ് ആ രാജ്യത്തെ പൗരത്വം കൊടുക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് യങ് ചോ ആ രീതിയിൽ പ്ലാൻ ചെയ്തത്. അങ്ങനെ അവർ 2 പേരും ചേർന്ന് ക്യാമ്പിന് പുറത്തു കടക്കാൻ പറ്റിയ സാഹചര്യം നോക്കിയിരുന്നു. അപ്പോഴാണ് ക്യാമ്പിനകത്ത് ഒരു വാർത്ത പരന്നത്. പുതുവർഷം പ്രമാണിച്ച് ജനുവരി 1-നും ജനുവരി 2-നും ഫാക്ടറി പ്രവർത്തിക്കുകയില്ല. ഫാക്ടറി അവധിയാണെങ്കിൽ കൂടിയും ക്യാമ്പിലെ തടവുകാർക്ക് പുറത്തുള്ള ജോലികൾ ചെയ്യേണ്ടി വരും. അതായത് ക്യാമ്പിന് പുറത്ത് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും അവിടുത്തെ വലിയ വലിയ മരങ്ങളും തടവുകാരെ ഉപയോഗിച്ചാണ് മുറിച്ചു മാറ്റാറുള്ളത്. ജനുവരി 1-നും 2-നും ആ രീതിയിലുള്ള ജോലികളായിരുന്നു തടവുകാർക്ക് നൽകാൻ തീരുമാനമായത്. ഇങ്ങനെ മരങ്ങൾ മുറിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വൈദ്യുതി വേലിയുടെ അടുത്താണ്. അങ്ങനെ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി തെളിഞ്ഞു എന്ന് ഷിൻഡോങ്ങും യങ് ചോയും മനസ്സിലാക്കി. അവർ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ ക്യാമ്പിന് ചുറ്റിലും നിറയെ മഞ്ഞുമലകളാണ് ഉള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിലെല്ലാം അവിടെയുള്ള ടെമ്പറേച്ചർ -10 വരെയാവും. അതുകൊണ്ട് തന്നെ ക്യാമ്പിൽ നിന്നും പുറത്തു കടന്നാൽ രാത്രികാലങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കുവാൻ വേണ്ടി ക്യാമ്പിലെ മറ്റ് തടവുകാരുടെയെല്ലാം ഡ്രസ്സുകൾ മോഷ്ടിക്കാൻ തുടങ്ങി. 2005 ജനുവരി 2 ഷിൻഡോങ്ങും യങ് ചോയും ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ തിരഞ്ഞെടുത്തത് ആ ദിവസമായിരുന്നു. അന്ന് രാവിലെ മുതൽക്ക് തന്നെ ഷിൻഡോങ്ങും യങ് ചോയും ചേർന്ന് ക്യാമ്പിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങിന് കുറച്ചടുത്തായുള്ള കാടുകളിലെ മരങ്ങൾ മുറിച്ചു തുടങ്ങി.
അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും നോക്കിയാൽ വൈദ്യുതി വേലി വ്യക്തമായി കാണാം. അപ്പോഴാണ് യങ് ചോയ്ക്ക് ഒരു സംശയം തോന്നിയത്. അതായത് വൈദ്യുതി വേലിക്കിടയിലൂടെ നുഴഞ്ഞുകിടക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിലെങ്ങാനും കമ്പിയിൽ തട്ടിപ്പോയാൽ മരിക്കുകയില്ലേ എന്നതിനെക്കുറിച്ചായിരുന്നു യങ് ചോയുടെ ഭയം. പക്ഷേ ക്യാമ്പ് 18 നിന്നും ഷിൻഡോങ് രക്ഷപ്പെട്ടത് ഇതേ രീതിയിലുള്ള ഫെൻസിങ്ങുകൾക്കിടയിലൂടെയാണ്. അന്ന് തനിക്ക് ഷോക്ക് അടിച്ചിരുന്നില്ല എന്നും ഫെൻസിങ്ങിൽ മിക്കവാറും സമയവും കറണ്ട് ഉണ്ടാവാറില്ല എന്നും ഷിൻഡോങ് പറഞ്ഞു. ആ ഇലക്ട്രിക് ഫെൻസിനടുത്തുകൂടെ ക്യാമ്പിലെ സുരക്ഷാ ജീവനക്കാർ റോന്തു ചുറ്റുന്നത് അവർ ശ്രദ്ധിച്ചു. സുരക്ഷാ ജീവനക്കാർ ഓരോ സമയവും അതുവഴി വന്നുപോകുന്ന ഇടവേള അവർ വ്യക്തമായി മനസ്സിലാക്കി വെച്ചു. ഓരോ മരവും മുറിച്ചു കഴിഞ്ഞതിനു ശേഷം അവർ വീണ്ടും കാടിനുള്ളിലേക്ക് നീങ്ങാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നേരം ഇരുട്ടി. ഇലക്ട്രിക് ഫെൻസിനടുത്തുകൂടി റോന്തു ചുറ്റുന്ന സുരക്ഷാ ജീവനക്കാർ വന്നുപോയതും അവർ രണ്ടുപേരും ചേർന്ന് ഇലക്ട്രിക് ഫെൻസിനടുത്തേക്ക് ഓടി. യങ് ചോയാണ് ആദ്യം ഓടിയെത്തിയത്. പിന്നീട് നടന്ന സംഭവം ഷിൻഡോങ്ങിനെ ഞെട്ടിച്ചു കളഞ്ഞു. യങ് ചോയുടെ ശരീരം ആ ഇലക്ട്രിക് ഫെൻസിൽ തട്ടിയതും അദ്ദേഹം ഷോക്കടിച്ച് തൽക്ഷണം മരണപ്പെട്ടു. തനിക്ക് അബദ്ധം പറ്റിയെന്ന് ഷിൻഡോങ്ങിന് അപ്പോഴാണ് മനസ്സിലായത്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ഈ സമയത്താണ് മരിച്ചു കിടക്കുന്ന യങ് ചോയുടെ ഡെഡ് ബോഡിയുടെ ഭാരം കാരണം ആ ഇലക്ട്രിക് ഫെൻസിനിടയിൽ ഒരു വലിയ വിടവുണ്ടായിട്ടുള്ളത് ഷിൻഡോങ് ശ്രദ്ധിച്ചത്. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൻ ആ വിടവിലൂടെ പുറത്തേക്ക് കടന്നു. നേരം വളരെ ഇരുട്ടിയിരുന്നു. ആ രാത്രിയിലെ തണുപ്പും വിശപ്പും സഹിച്ചുകൊണ്ട് അവൻ അവിടെയുള്ള മഞ്ഞുമലകൾ കയറിയിറങ്ങി. പോകുന്ന വഴിയിൽ ആളൊഴിഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൽ അന്നൊരു രാത്രി കിടന്നുറങ്ങി. തുടർന്നുള്ള ഓരോ ദിവസവും പകൽ സമയങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നും രാത്രികാലങ്ങളിൽ മാത്രം യാത്ര നടത്താനുമായിരുന്നു ഷിൻഡോങ് തീരുമാനിച്ചത്. ഏതൊക്കെയോ ഗുഡ്സ് ട്രെയിനുകളിൽ കയറി ഷിൻഡോങ് ചൈന ബോർഡറിലേക്കുള്ള യാത്ര തുടങ്ങി. യങ് ചോങ്ങിന്റെ സഹായമില്ലാതെയും നോർത്ത് കൊറിയൻ പട്ടാളത്തിന്റെ കണ്ണിൽപ്പെടാതെയും സൗത്ത് കൊറിയയിലേക്ക് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ലെന്ന് ഷിൻഡോങ്ങിന് അറിയാമായിരുന്നു. ആ യാത്രക്കിടയിൽ വെച്ച് ഷിൻഡോങ് കുറച്ച് ഭിക്ഷാടകരെ പരിചയപ്പെട്ടു. ആ ഭിക്ഷക്കാർ പകൽ സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷയെടുക്കുകയും രാത്രികാലങ്ങളിൽ തോട്ടങ്ങളിൽ നിന്നും പച്ചക്കറികൾ മോഷ്ടിക്കുകയും ചെയ്യും. അവരുടെ ആവശ്യം കഴിഞ്ഞു വരുന്ന പച്ചക്കറികൾ അടുത്തുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഷിൻഡോങ്ങും അവരുടെ കൂടെ കൂടി കുറച്ചു ദിവസം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും കൊണ്ട് ഒരു ദിവസം രാത്രിയിൽ ഷിൻഡോങ് നോർത്ത് കൊറിയയുടെയും ചൈനയുടെയും ബോർഡറിലേക്ക് ട്രെയിൻ കയറി. നോർത്ത് കൊറിയൻ ബോർഡർ ക്രോസ് ചെയ്ത് ചൈനയിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. ഏതു സമയവും അതിർത്തികളിൽ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ അതിർത്തിയിലെത്തിയ ഷിൻഡോങ് അവിടെയുള്ള ഒരു പട്ടാളക്കാരന്റെ രീതികൾ രഹസ്യമായി നിരീക്ഷിച്ചു. കുറച്ച് ഭക്ഷണവും സിഗരറ്റും വാങ്ങിക്കൊടുത്താൽ അയാൾ പലരെയും ബോർഡർ കടത്തി വിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഷിൻഡോങ് തന്റെ കയ്യിലുള്ള മുഴുവൻ പണവും കൊടുത്ത് ധാരാളം ഭക്ഷണവും സിഗരറ്റുകളും ആ നോർത്ത് കൊറിയൻ പട്ടാളക്കാരന് വാങ്ങിക്കൊടുത്തു. ഒടുവിൽ അയാളത് വാങ്ങിക്കുകയും ഷിൻഡോങ്ങിനെ ബോർഡർ കടക്കാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഷിൻഡോങ് ചൈനയിലേക്ക് കടന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും ചിലവാക്കിയാണ് ബോർഡർ കടന്നത്. അതുകൊണ്ട് തന്നെ ഷിൻഡോങ്ങിന്റെ കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല. ചൈനയിലെത്തിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഷിൻഡോങ് മുഴുപട്ടിണിയായിരുന്നു. അതിനുശേഷം അവൻ അവിടെയുള്ള ഒരു പച്ചക്കറിത്തോട്ടത്തിൽ പണിയെടുക്കാൻ തുടങ്ങി. പ്രിസൺ ക്യാമ്പിനകത്ത് വെച്ച് കൃഷിപ്പണികളെല്ലാം തന്നെ ഷിൻഡോങ് നന്നായി പഠിച്ചെടുത്തിരുന്നു. ഒരു വർഷത്തോളം ഷിൻഡോങ് ആ പച്ചക്കറിത്തോട്ടത്തിൽ പണിയെടുത്തു. ആ സമയങ്ങളിലെല്ലാം തന്നെ ചൈനയിൽ നിന്നും സൗത്ത് കൊറിയയിലേക്ക് എങ്ങനെ കടക്കാമെന്ന് മാത്രമായിരുന്നു ഷിൻഡോങ്ങിന്റെ ചിന്ത. യാതൊരു ID കാർഡും പാസ്പോർട്ടുമില്ലാതെ ചൈനയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് അറിയാമായിരുന്ന ഷിൻഡോങ്ങിന് മുന്നിൽ ഒരു വഴി തെളിഞ്ഞു. ചൈനയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് കൊറിയൻ ചർച്ചുകളുണ്ട്. എങ്ങനെയെങ്കിലും ആ ചർച്ചുകളിലെത്താൻ സാധിച്ചാൽ അവിടെയുള്ള ആരെങ്കിലും തന്നെ സൗത്ത് കൊറിയയിലേക്ക് കടക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഷിൻഡോങ്ങിനുണ്ടായിരുന്നു. ഈ ഒരു പ്രതീക്ഷയിൽ 2005 ഡിസംബറിൽ ഷിൻഡോങ് ഏകദേശം 2000 മൈലുകൾ ദൂരത്തുള്ള ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. ഷിൻഡോങ്ങിന്റെ കയ്യിൽ 8ഓളം കൊറിയൻ ചർച്ചുകളുടെ പേരും അഡ്രസ്സും ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ഷിൻഡോങ് ഓരോ ചർച്ചിലും കയറി ഇറങ്ങി. എല്ലാ ചർച്ചിലെയും ആളുകൾ ഷിൻഡോങ്ങിന്റെ ജീവിതകഥ മുഴുവൻ കേട്ടതിനു ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും പണം കൊടുത്ത് സഹായിക്കുകയും ചെയ്യുകയല്ലാതെ ഒരാൾ പോലും സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറായില്ല. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയ ഷിൻഡോങ് വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് വിശപ്പടക്കി. പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മാക്സിമം ഒളിച്ചു ജീവിച്ചു. ഷിൻഡോങ് എപ്പോഴും അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു ടെലിഫോൺ ഡയറക്ടറി വാങ്ങിക്കുമായിരുന്നു. അതിൽ നിന്നും സൗത്ത് കൊറിയൻ കമ്പനികളുടെയും സൗത്ത് കൊറിയൻ ഹോട്ടലുകളുടെയും നമ്പർ കണ്ടുപിടിച്ച് ആ സ്ഥലങ്ങളിൽ പോയി അവിടെ തനിക്ക് പറ്റിയ ജോലിയുണ്ടോ എന്ന് ചോദിക്കും. കാരണം ഷിൻഡോങ്ങിന് ചൈനയിലെ ആളുകളെ തീരെ വിശ്വാസമില്ലായിരുന്നു.
അങ്ങനെ ഇരിക്കെയാണ് ഷിൻഡോങ് ഒരു കൊറിയൻ റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് വളരെ യാദൃശ്ചികമായി ഒരു സൗത്ത് കൊറിയൻ ജേർണലിസ്റ്റിനെ കാണുകയും അയാളോട് തന്റെ മുഴുവൻ കഥയും പറയുകയും ചെയ്തു. അദ്ദേഹം ഷിൻഡോങ്ങിനെ സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോവാമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ 2006 ഷിൻഡോങ് സൗത്ത് കൊറിയയിലെത്തി. അവിടെ അവനെ കാത്തിരുന്നത് സ്വാതന്ത്ര്യവും സമാധാനവുമുള്ള ഒരു പുതുജീവിതമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഷിൻഡോങ് വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു ജേർണലിസ്റ്റിന്റെ സഹായത്തോടെ തന്റെ ജീവിതകഥ എസ്കേപ്പ് ഫ്രം ക്യാമ്പ് 14 എന്ന പേരിൽ പുറത്തിറക്കി. ഷിൻഡോങ്ങിന്റെ ബയോഗ്രഫി ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു. തന്റെ രക്ഷപ്പെടലിനെ കുറിച്ച് ആ ബുക്കിൽ ഷിൻഡോങ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കേട്ടത്. ഇന്ന് 42 വയസ്സുള്ള ഷിൻഡോങ് അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തു പറയൂ. വ്യത്യസ്തമായ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.